പ്രിയമുള്ളവരെ നമസ്കാരം. ഞങ്ങള് ഒരു 2 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നതായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഇത് 3ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ രാത്രി ഞങ്ങൾ തന്നെയാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. അതിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട നൗഷിയാണ് ഞങ്ങളുടെ മെയിൻ കുക്ക്. അപ്പോൾ നൗഷിയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, അടിപൊളിയാണ്. ആദ്യം നൗഷിനെ കാണിച്ചിട്ട് ഇവിടുത്തെ അണിയറയിലെ ഒരുക്കങ്ങളെ നമുക്ക് പിന്നെ കാണിക്കാം. ഇതാണ് നൗഷി ഞങ്ങളുടെ പ്രിയപ്പെട്ട കുക്ക്. അടിപൊളി സിംഗറാണ്, പൊളിറ്റീഷ്യനാണ്, നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. ഇവിടെ അതോടൊപ്പം നമ്മുടെ റാഫി ബായ് ഉണ്ട്. റാഫി ബായ് വെസ്റ്റ് കൊടിയത്തൂർ അല്ലേ? അപ്പോൾ ഇന്ന് നൗഷാദ് അങ്ങനെ റെഡിയാക്കി ഇവിടെ ഇരിക്കുകയാണ്. ഇന്ന് എന്തൊക്കെയാണ് നൗഷാദ് ഉണ്ടാക്കുന്നത്? നമ്മൾ നല്ല അടിപൊളി കുടംപുളിട്ട് വെച്ചിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ കോട്ടയം ഭാഗത്താണ് അല്ലേ? ഇടുക്കി. അപ്പം ഈ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കറിയാണ് ഇവിടെ മീൻകറി. നമ്മുടെ ക്രിസ്ത്യൻസ് ടീമൊക്കെ മീൻകറി വെച്ചാൽ അത് വേറെ ലെവലാണ്. അത് നല്ല കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ള കറി, അതാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. നാടൻ കുടംപുളി ഇട്ട് അതിന്റെ പ്രിപ്പറേഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ അബ്ദുൽ മൂന്നാറിലെ നാടൻ പേരൊക്കെയാണ്. ഞങ്ങൾ അവിടുത്തെ സുഹൃത്താണ് കണ്ടാണ്. അവിടുത്തെ കഴിച്ചു നോക്കാൻ എന്താ അവസ്ഥ എന്നറിയില്ല. എന്തായാലും വളരെ ഞങ്ങള് 2 ദിവസമായി പോന്നിട്ട് ഞങ്ങളെല്ലാ സ്റ്റാർ ഫെസിലിറ്റി ഞങ്ങൾ ആസ്വദിച്ചു ഇന്നലെ. അതെ, ഇനിയിപ്പോ ഇന്ന് ഇവിടെ ഞങ്ങൾ വേറൊരു മൂഡിലേക്കാണ്. ഞങ്ങൾ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സംഭവത്തിലേക്കാണ്. നൗഷിയാണ് നമ്മുടെ സ്പെഷ്യൽ കുക്ക്. സഹായികളായിട്ട് ഞങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നത് ചന്ദ്രിക പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്, മലപ്പുറത്ത്. ചെറിയൊരു സിംഗറാണ്. അപ്പോൾ യാത്ര ഒരു വല്ലാത്ത അനുഭവമാണ്. ഞങ്ങൾ 3 ദിവസം വന്നത് 4 ദിവസത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതിലാണ് ഈ യാത്രയുടെ പ്രത്യേകത. പല യാത്രകളും ഞങ്ങൾ 3 ദിവസം പോകുന്നത് 2 ദിവസം കൂടി തിരിച്ചെത്തുന്ന അവസ്ഥ ഉണ്ടായത്. അത് ചടച്ചിട്ടാ പോകുക. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതന്നെ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഫുഡ് പ്രിപ്പറേഷനാണ്. ഞങ്ങളുടെ ഓരോ ഐറ്റവും നിങ്ങളെ പരിചയപ്പെടുത്തും. ഇത് നമ്മുടെ പാരിസ് ഒരുപാട് വീഡിയോകൾ മനോഹരമായി എഡിറ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഒരു ഉള്ളി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാവും. പാരിസ് ഗൾഫിൽ എത്ര വർഷം വന്നിട്ടുണ്ട്? ഗൾഫിൽ ഒരു 4 വർഷമുണ്ട്. ഇവിടെ ഈ കുക്ക് ചെയ്യണത് നല്ല നിലക്ക് ഇവർ കുക്ക് ചെയ്യുന്നുണ്ടോ നോക്കാനുള്ള ഒരു അഡ്മിയാണ്. എന്തായാലും വളരെ ഉഷാറായി. ജുനൈസേ പൊളിയായില്ലേ? എന്താ പറയാനുള്ളത്? പിന്നെ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. കാരണം ഈ ഒരു ട്രിപ്പിന് ഞങ്ങളെ ഈ കൂട്ടായ്മ ഉണ്ടല്ലോ, ഞങ്ങളെ സിംഗേഴ്സ്, അവതാരകര്, ആങ്കർമാര്, ഇങ്ങനെ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിപ്പ്. മൂന്നാറിനെ പ്രകൃതി മനോഹരമായ ഒരു മൂന്നാറാണ്. കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. ഇയാളെ റൂമിൽ ഇയാള് ഭക്ഷണം വെച്ചാലേ ഭക്ഷണം വെച്ചാലേ മറ്റുള്ളവർ കഴിക്കുള്ളൂ. അങ്ങനെയാണ് പറയണത്. ഇയാള് പറഞ്ഞു ഞങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടെ. എന്തായാലും പൊളിയാണ് ജുനൈസേ, പൊളി മോനെ. എന്താ പറയാ, ഇപ്പൊ ഇതിനെ അവിടെ അടുക്കളയ്ക്ക് വന്ന് ഷെഫീഖ് അടുക്കളയ്ക്ക് വന്ന് ഇവരെ കരിഞ്ഞ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിന്നാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അടിപൊളിയായിട്ട് പോകുന്നു. എല്ലാവരും എൻജോയ് ചെയ്യണം. എന്തൊക്കെയാണ് ഇതിന്റെ മസാല കൂട്ടുകൾ? ഇതാ നമ്മള് നല്ല കാര്യമായിട്ടൊന്നുമില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഫിഷ് മസാല, അതുപോലെ പിന്നെ കാര്യമായിട്ടുള്ളതാണ് നമ്മുടെ കുടംപുളിയാണ്. കുടംപുളിയാണ് ഇതിന്റെ മെയിൻ. മീൻകറിയിൽ ഏറ്റവും മീൻ എന്ന് വെച്ചാല് നമ്മള് ഇവിടെ മീന് അത്ര നല്ല കിട്ടൂല. മൂന്നാറിലെ അവസ്ഥ സ്ഥിതി അങ്ങനെയാണ്. കാരണം ഇവിടുത്തെ ആളുകൾക്ക് പൊതുവെ ലഭ്യത കുറവാണ്. അല്ല, ഇവിടെ എന്താന്ന് വെച്ചാല് ഇപ്പൊ എറണാകുളത്ത് നിന്ന് വരണ മീൻ നമ്മളെ ഇവിടെയൊക്കെ മീന് നമ്മളവിടെയൊക്കെ തന്നെ എല്ലാ മീനും കിട്ടും. എല്ലാ മീനും കിട്ടും. ഇത് ഇവിടുത്തെ ഒരു ദേശത്തുള്ള മീനാണ്. അത് ഇവിടെ ഇപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിയ മീൻ ഇതേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ശരി, അപ്പൊ മാക്സിമം ഉള്ളിടത്തോളം നമ്മൾ ഉഷാറാക്കുക. പക്ഷെ നല്ല മീനാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരുന്നു. നമ്മുടെ നാട്ടിലത്തെ മീനാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ നമ്മൾ മലബാറിന്റെ കോഴിക്കോട് മലപ്പുറത്തിന്റെ ഒക്കെ വില തീർച്ചയായിട്ടും. നമ്മളെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ 2-3 ദിവസം ഇവിടെ താമസിച്ചിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചു. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു ബിരിയാണിയൊക്കെ നമ്മുടെ നാട് എന്താന്നുള്ളത് 100% നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ നാട് എന്താണെന്ന് അറിയണമെങ്കിൽ പുറത്ത് പോകണമെന്ന് പറയാൻ കാരണം വെച്ചാൽ ഇന്നും ഒരു ബിരിയാണി നമ്മൾ കഴിച്ചു. ബിരിയാണി ആണോ എന്ന് ചോദിച്ചാൽ ബിരിയാണിയാണ്. പക്ഷേ അതല്ല ബിരിയാണി. നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല, ഒരു ശതമാനം പോലും സാറ്റിസ്ഫൈഡ്. പക്ഷെ നമ്മൾ വിശപ്പ് ഇതാക്കാൻ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം ആക്കിയത്. ഓക്കെ, പക്ഷെ അതാ ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, എത്ര നേരം വെക്കണം?
ഇല്ല, ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് മസാലയിലേക്ക് മസാലയൊക്കെ ആഡായി പിടിക്കുന്ന നേരം വരെ അത് ജസ്റ്റ് അത്രേ ഉള്ളൂ. ആ ഒരു 10 മിനിറ്റ് നമ്മൾ ഈ മസാലയിൽ ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ കറിയായി. അത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ സംഭവം ഇപ്പോൾ ഏകദേശം ഒരു 80% ഇപ്പൊ കഴിഞ്ഞു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തീമോ. ഈ മസാലയാണ് ഇതിന്റെ മെയിൻ. മസാല എന്താണെന്ന് ഒന്നും കൂടെ പറയാൻ പറ്റുമോ? മസാല ഇത് നമ്മളൊരു ഒരു ഒരു ഇതാണ്, അല്ലാതെ പ്രത്യേകിച്ചുള്ള ഒരു സംഭവം ഒന്നുമല്ല. അങ്ങനല്ല, അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ വലിയൊരു പിന്നെ കുക്കോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ ഇത് നമ്മളെല്ലാരും കൂടി ഇവരൊക്കെ ഇവിടെ പറഞ്ഞപ്പോ നമ്മളൊന്ന് റെഡിയാക്കാണ് മാക്സിമം. ഇനി നമ്മൾ കഴിച്ചതിന് ശേഷം ബാക്കി നമുക്ക് മസാല എന്താ പറഞ്ഞു. മസാല എന്ന് പറഞ്ഞാൽ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒന്ന് ഫിഷ് മസാല, പിന്നെ ഇതിൽ നമ്മൾ പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ കാര്യമായിട്ട് ഇതാ ഞാൻ പറഞ്ഞല്ലോ കുടംപൊടി. ഇത്രയും സാധനങ്ങൾ, അത് ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് സാധനം. മീനിന്റെ ഏകദേശം മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇനി ചിക്കനാണ്. പിന്നെ പ്രിപ്പയർ ചെയ്ത് മീനിന്റെ മസാല പുരട്ടി വെച്ച ഇതാണ് കാണുന്നത്. തന്നെ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ആളൊരു പ്രൊഫഷണൽ കുക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിടയിലെ ഒരു പാചക രാജാവ് തന്നെയാണ് നമ്മുടെ നൗഷി. ഇത്രയൊക്കെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ അതൊന്ന് കാണിച്ചു എന്താ ഈ വെച്ചതിന്റെ ടേസ്റ്റിലാണ് കളി. ഇപ്പൊ തന്നെ കപ്പലോടാനുള്ള വെള്ളം വന്നത്. നമുക്ക് എത്ര നേരം വെക്കേണ്ടി വരും? ഒരു മാക്സിമം 10 മിനിറ്റ്. ഇവിടെ ഈ കാണുന്ന ആള് ഈ നമ്മുടെ ആബിദ്ക ഒരു മാഷാണ് കേട്ടോ. അത് എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ താനൂർ സബ് ജില്ലയിലെ ചീരാങ്കടപ്പുറം എന്ന് പറയുന്ന നമ്മുടെ കടപ്പുറത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പാവ അധ്യാപകൻ. ഏതാണ്? അക്കിംകാക്ക് പ്രത്യേകിച്ച് ഗ്രേഡ് ഒന്നും ഇല്ല. പാവ അധ്യാപകനാണ്. ഒരു പാവ പ്രവാസിയാണ്. രാവിലത്തെ ചപ്പാത്തി എത്ര ഉണ്ട്? ഇത് 10 വെച്ച് 5 പാക്ക് 50 17. നിങ്ങൾക്ക് എത്ര വേണ്ടി വരും? നമുക്കൊരു 3 മതി. നൗഷി ഇവിടുന്ന് ആളുകളൊക്കെ മാറിയുന്ന സമയത്ത് ഫൈനൽ സീക്രട്ട് ആയിട്ടുള്ള മാജിക് സാധനം കുടംപുളി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കുക്കിങ്ങിന്റെ ഇടയിൽ ക്യാമ്പ് ഫയർ തീയട്ട് കത്തിച്ച് നമ്മളെ ജഗപുക പാട്ടും എന്നിട്ടൊന്ന് വിശക്കാം. എന്നിട്ട് വിശക്കാം. വീണ്ടും നൗഷാന്റെ ഭക്ഷണം കഴിക്കാം, പിന്നെ കുളിക്കുക, കിടക്കുക, വീണ്ടും കളിക്കുക. ഇതന്നെ പരിപാടി. കുറച്ച് പൈസയും കുറച്ച് ദിവസവും അങ്ങനെ നമ്മള് കുളിക്കാൻ തീരുമാനിച്ചല്ലോ. നൗഷാദിന്റെ മീൻകറി എന്ന് പറഞ്ഞാൽ അതൊരു വെറൈറ്റി. അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മള് മുന്നേ കഴിച്ചുകൊണ്ട് നമുക്ക് അറിയില്ല, നമ്മളെ കൂടെ കഴിക്കാത്ത കുറെ ആളുകളുണ്ട്. അതെ, പക്ഷെ എന്താറോ ആ ചട്ടി ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യറോ ലാസ്റ്റ് പഠിച്ച് കോരി പഠിച്ച് മസാലയാണ് അതിന്റെ രസം. പാത്രം വൃത്തിയോ കേകിയതാന്ന് തോന്നിപ്പോകും. കാരണം അത്രയ്ക്കും അടിപൊളി. നമ്മള് സ്റ്റുഡിയോന്ന് കഴിക്കണാണ്, സ്റ്റുഡിയോന്ന് കഴിക്കണാണ്. അത്രയും ഉഷാറുള്ളൊരു മീൻകറി വേറെ എവിടുന്ന് കിട്ടൂല. അതൊരു 1.5 സ്പെഷ്യലാണ്. എന്തായാലും നമുക്ക് കണ്ടാൽ നഷ്ടം വരില്ല. ഈ വീഡിയോ കണ്ടാൽ നഷ്ടം വരില്ല. എന്തായാലും നമുക്ക് ആ ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് കാണാം. ആ കറി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ ടേസ്റ്റ് എത്രയും നല്ലത്. ഓക്കെ, അടുത്ത് നമ്മൾ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ ഉള്ളി ഇട്ട് ചെയ്യണം ഈ ആവേശമൊക്കെ. എന്താണ് ആ ഫാസ്റ്റ് ഒക്കെ? അങ്ങനെ നൗഷിയുടെ പിന്നെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കുന്നത് കലാഭവൻ അനിലാൽ. അടുത്ത് നമ്മള് ചിക്കൻ കുക്കറിലേക്ക് ഇടാണ്.
ഇത് മസാല തേക്കണ്ട ഈ ആദ്യം ചിക്കൻ ഇട്ടു അല്ലേ ഇതിലേക്ക്? പറയായതുകൊണ്ട് ഓക്കെ. നമ്മൾ അടുത്തത് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ചിക്കൻ കറിക്കുള്ള പ്രിപ്പറേഷനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചിക്കൻ കറിക്കുള്ള തീ കുക്കർ. ആദ്യം വെളിച്ചെണ്ണ. കവറിൽ ഇടിച്ചുണ്ടാക്കിയാണ്. ഇട്ടിട്ട് ഞാൻ കത്തിയോണ്ട് കുത്തി കുറച്ച് റിസ്ക് വെച്ചുണ്ടാക്കിയാണ്. കാരണം വേറെ ഓപ്ഷനുകളില്ല. അതുകൊണ്ട് അത് പകുതി പോയതാണ്. ഞാൻ കവർ കുത്തി അടുത്തത് വലിയുള്ളിയാണ്. Yeah. Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good, fill my head full of every single doubt, yeah. Please say any negative thoughts, I pop off when I hear people say I cannot. I get off to the thought of proving everyone wrong, I won't stop to the top, so you better back off and get lost. I'ma stay loud, stay proud, never running out, never heading south. I'll be spreading out, call it word of mouth, can't put me down, I'll be getting loud. You can have it douse, not what I'm about, have your fucking clout. It be raining now, I keep making sound, go another round, bitch I'm legend bound, can't stop me now. You don't wanna fuck with me, a slow burn like a disease. Just tell me that I can and I'll show you things that you couldn't believe. Just tell me that I can. 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 Cause I just wanna hear it out your mouth, yeah. Give me fuel, it's a tool that I use to go ahead and run my fucking mouth, yeah. I take shots, I take loss, I make shots, I miss lots. That's how you get big box, you get yachts, you swing lots and pop off a big shot. I ain't done chasing, got big dreams, bigger things, impatient. Who's at the top think they need replacement? Who's at the top think I'm gonna erase them, face it. കഷ്ണം കണക്കാട്ടോ. നിങ്ങൾ കൊണ്ടുപോയി ഒരു നേരത്തെ കൊണ്ടുപോയി ചോദിച്ചു വന്നു. കറി എടുത്ത് പോയിക്കോളി, കറി എടുത്ത് പോയിക്കോളി. ഞാൻ ആബിദ് വന്നിട്ട് പറഞ്ഞത് മീൻ കറിയിലേ കറക്റ്റ് മീൻ കഷ്ണം കണ്ടോ. ആബിലിപ്പോ ഞാൻ മീൻ കറി ഞങ്ങൾ അറിയാതെ അവര് കട്ട് കൊണ്ടുപോവാണ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന നമ്മൾ രുചിയില്ല അമ്മമാരോട് അത് പറയും. അത് ഉണ്ടാക്കുന്ന റിസ്ക് നമ്മൾ ഇതുപോലത്തെ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എത്ര റിസ്ക്കിലാണ് നമ്മളമ്മമാരത് വെച്ച് വിളമ്പി തരുന്നതെന്നുള്ളത് ഒരു പാഠം കൂടിയാണ് ചില യാത്രകൾ. പിന്നെ പൊതുവേ യാത്രകളിലൊക്കെ അധികം ആളുകളും ഭയങ്കര എക്സ്പെൻസ് ഉള്ള ഫുഡൊക്കെ ആവും അധികം ചൂസ് ചെയ്യുക. എന്താ വെച്ചാൽ ആളുകളുടെ വിചാരം അതാണ് ഏറ്റവും നല്ലത്. അതിലേറെ നല്ലത് നമ്മളിങ്ങനെ വഴിയിൽ നിർത്തിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ വീടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റിസോർട്ടുകളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനും ആ ഒത്തുചേരലിനുമാണ് എന്നും പിന്നെ ഓർമ്മകളിൽ ഓർത്ത് വെക്കാനുണ്ടാകുക. അല്ലാണ്ട് ഒരു 5 സ്റ്റാറോ 4 സ്റ്റാറോ ഉള്ള ഹോട്ടലിൽ കയറി നല്ല ഹെവി ഫുഡ് കഴിച്ചതുകൊണ്ട് അതൊന്നും ഒരു ട്രിപ്പിൻ്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ റീച്ചോ കൂട്ടില്ല. ഇങ്ങനത്തെ ഓർമ്മകളാണ് എന്നും ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ നിങ്ങളുടെ യാത്രകളിൽ ഇതുപോലെ നോക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. മീൻ കറി ഇതിൻ്റെ മുന്നേ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ ചോറ് വിളമ്പാൻ പോവാണ്. നോക്കണ്ട, നേരത്തെ നമ്മൾ നൗഷാദിന്റെയും ഹക്കീമിന്റെയും നമ്മളെ ചോറുണ്ടാക്കിയ ആളെ കുറിച്ച് പറഞ്ഞില്ലേ, പറഞ്ഞു കൊടുക്കി.
ചോറുണ്ടാക്കി നമ്മളാക്കി ഷറഫിയ എന്ന നഗരത്തിലെ ശബ്ദമാധുര്യം കൊണ്ട് കുമാർ മാനു, അതായത് നമ്മുടെ കുമാർ സാനുവിന്റെ ജൂനിയർ കുമാർ, സൗദി അറേബ്യയിലെ മലബാർ എന്ന് പറയുന്നതാണ് സർഫിയ, ജിദ്ദയിലെ സർഫിയ. അവിടുത്തെ ആൾക്കാർക്ക് ചോറ് കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്വരമാധുര്യമായ ആലാപനം കൊണ്ട് ജനഹൃദയം കീഴടക്കിയ മലബാരി. അതാണ് എല്ലാം പുറമെ 24 കൊല്ലായി കേരളക്കരയിലെ 4 വരി കുമാർ സാനു. ഈ സൗണ്ടിൽ പാടണം, അടഞ്ഞ സൗണ്ടിൽ. നമുക്ക് ഒന്നുണ്ട്, ഉള്ളിക്ക് ബോക്സ് വെച്ചിട്ട് അവിടുന്ന് പാടാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നെയ്ച്ചോറ് നൗസി വെച്ച മീൻകറി വരുന്നുണ്ട്. നൗസി വെച്ച മീൻകറി മാറി കൊടുക്കി ഈ ബ്ലോക്ക് ആക്കി ട്രാഫിക്. ഹലോ, എന്റെ അടുത്തേക്ക് ആളങ്ങൾക്ക് അറിയാം. ചെറുപ്രായത്തിൽ സംഗീതത്തിന്റെ അഭ്രപാളികൾ കടന്നെത്തി സംഗീത വേദികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരാണ് ഈ ചെറുക്കൻ. നമ്മൾ കാണുമ്പോ കുട്ടിയാവും. അന്ന് ഏകദേശം ഒരു 8 വയസ്സ് ഉണ്ടാവുമ്പോ തുടങ്ങി നമ്മളെ കൂടെ സംഗീതം. അന്ന് പാടി ഒരുപാട് പാട്ടുകളുണ്ട്. ഇന്ന് സംഗീത അധ്യാപകനാണ്. അതായത് പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ നിന്നും ഡിഗ്രി എടുത്ത് ഇപ്പം അരീക്കോട് കോളേജിലെ മ്യൂസിക് അധ്യാപകനാണ്. 14-ാം രാവിലൂടെ ഏറെ തിളങ്ങിയ ഈ കലാകാരൻ ഇപ്പം ചോറ് തിന്നാനായിട്ട് ഇവിടെ വന്നതാണ്. ചോറ് എല്ലാം വാങ്ങണം കേട്ടോ. 3 കറിയുണ്ട്. ടോക്കൺ കൊടുത്തോ? ടോക്കൺ നമ്പർ 1 കറി കൊടുക്കി. ഒരു പ്ലേറ്റ് 20 റുപ്യാണ്. 3 പ്ലേറ്റിന് 20.